കനിവായി വിടരും ഓർമ്മകൾ കണ്ണീരിലും ഒരു സൂര്യോദയം ഈ കനിവിൽ. ഉമ്മ വിശക്കുന്നു. വാപ്പ ഒന്ന് വന്നോട്ട് മോനെ, വെള്ളം തരട്ടെ? ഐഷു, വാപ്പാടത്തെ നോമ്പ് മുറിക്കാൻ ചിക്കൻ ബിരിയാണി വേണമെന്ന് പറഞ്ഞാലോ? എന്തായാലും അങ്ങനെയൊക്കെ പറയുന്നത്. വാപ്പ ഇപ്പൊ ജോലിയൊന്നും ഇല്ലാതെ നിൽക്കുമല്ലേ, അപ്പുറത്ത് അതും ഇതും വേണമെന്ന് പറഞ്ഞാൽ വാപ്പാക്ക് വിഷമാവത്തില്ലേ? വാപ്പച്ചി, എന്താ മോനെ? എനിക്ക് പള്ളി പോയൊരു തൊപ്പി വാങ്ങിച്ചു തരോ? പിന്നെന്താ, വാങ്ങിക്കാലോ. എന്റെ കൂട്ടുകാരൻ പുതിയ തൊപ്പി വാങ്ങിച്ചു. ആണോ? നമുക്ക് വാങ്ങിക്കാം. അതെ, നിങ്ങളിങ്ങനെ ഇരുന്നാ മതിയോ? നോമ്പ് മുറിക്കാനും അത്താഴത്തിനും ഇവിടെ ഒരു സാധനവും ഇല്ല. കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതല്ലേ, നിങ്ങൾ എന്തെങ്കിലും പോയി വാങ്ങിയിട്ട് വാ. നീ ആ ഒരു സഞ്ചി എന്തെങ്കിലും എടുത്ത് ഞാൻ പോയി കുറച്ച് സാധനം എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ. ഇവിടെ ജോലി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ജോലിയായിരുന്നാലും ചെയ്തോളാം. ഇവിടെ ബംഗാളികൾക്ക് ജോലിയില്ല, പിന്നെയാണ് മടിയന്മാരായ മലയാളികൾക്ക്. ഇരുളിന്റെ വഴിയിൽ നീ വരും നേരം കണിവിന്റെ ദീപം ഞാനാവാം. കാട്ടിലടിരാതെ കാക്കുമൊരു കാവൾ നിന്റെ അരികിൽ ഞാൻ എപ്പോഴുമുണ്ടാവും. ഓർമ്മയിൽ എന്നും ഈ മുഖം കാവൽക്കാരണ ഞാൻ കൂടെ വരും. വീണ്ടും കുറ്റിക്ക് എന്നാ തോന്നണം. എന്ത് മുസ്തഫാക്ക? ജോർജ്, കുറച്ച് സാധനങ്ങൾ വേണമായിരുന്നു. നോമ്പൊക്കെ അല്ലേ, എല്ലാം കൂടെ എഴുതി വെച്ചാൽ മതി, ഒന്നിച്ച് തരാം. എത്രയെന്ന് പറഞ്ഞാൽ മുസ്തഫാക്ക എഴുതി വെക്കുന്നത്? പഴയ കടം തന്നെ ഒരുപാടുണ്ട്. എൻ്റെ കടയിൽ അധികവും വരുന്ന ഒരു പാവങ്ങളാണ്. എല്ലാവർക്കും ഞാൻ ഇങ്ങനെ കടം കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഞാൻ പൂട്ടേണ്ടി വരും. മുസ്തഫാക്ക, തരാനുള്ളെങ്കിലൊന്ന് തന്ന് തീർക്കാൻ നോക്ക്. ആ മുസ്തഫക്ക, സുഖം തന്നെ. എന്തുണ്ട് വിശേഷങ്ങള്? കഴിഞ്ഞ തവണത്തെ പോലെ ഇപ്രാവശ്യവും നോമ്പ് കഞ്ഞിയും ഈത്തപ്പഴമൊക്കെ തരണം കേട്ടാ. ശരി മുസ്തഫക്ക. ഈ ലിസ്റ്റിലെ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചേരാം. ഞാൻ ഇപ്പൊ വരാം. എപ്പോ വരും? അരമണിക്കൂറിനകത്ത് വരും. പറഞ്ഞെന്നാ എന്താണ് മുസ്തഫ കുറെ നേരം കൊണ്ട് അവിടെ വെക്കുന്നത്? അതെന്നൊന്ന് പഴയതുപോലെ തന്നെ.
കടം വാങ്ങിക്കാൻ. ഇപ്പം തന്നെ ഒരുപാട് തരാറുണ്ട്. ജോർജമ്മ, മുസ്തഫക്ക് ഇതുവരെ എത്ര പറ്റുണ്ട്? അത് ഞാൻ തരാം. തൽക്കാലം മുസ്തഫയ്ക്ക് ആവശ്യമുള്ള സാധനം ചാക്ക് നിറച്ച് കൊടുക്കണം. അരിയും അതുപോലെ തന്നെ പഴവും ഫ്രൂട്ട്സും ഈത്തപ്പഴമൊക്കെ കൊടുക്കും. വീട്ടിൽ കുട്ടികളൊക്കെ ഉള്ളതല്ലേ, ഒന്നിനും കുറയ്ക്കണ്ട. എത്ര രൂപയായാലും ഞാൻ തരും. പിന്നെ ഒരു കാര്യം, ഞാനാണ് ഇത് ചെയ്തതെന്ന് ഒരു കാരണവശാലും ഇക്ക അറിയരുത്. പുള്ളി വലിയ അഭിമാനിയാണെന്ന് അറിയാമല്ലോ. നോമ്പ് കാലമായതുകൊണ്ട് ജോർജണ്ണൻ തന്നെ സ്നേഹത്തോടെ ചെയ്തെന്ന് പുള്ളിയുടെ അടുത്ത് പറഞ്ഞാൽ മതി. വിഷ്ണു, നീ ഇതെന്തിനുള്ള പുറപ്പാണ്? ഇപ്പം തന്നെ പുള്ളി നല്ലൊരു എമൗണ്ട് തരാറുണ്ട്. കുറച്ച് നേരം നിന്നിട്ട് അവിടെ നിന്ന് പൊയ്ക്കോളൂ. നീ ഇപ്പം പറഞ്ഞതും കൂടെ കൂട്ടി നോക്കുവാണെങ്കിൽ വലിയൊരു പൈസയാവും ലാസ്റ്റ്. അന്ന ഒന്നും പറയണ്ട, എത്ര ആയാലും ഞാൻ തന്നോളാം. എന്നാ പൈസ വരും പോവും, പക്ഷെ മനുഷ്യൻ്റെ ബന്ധങ്ങൾ പോയാൽ തീർന്നു. മുസ്തഫയെ കുറിച്ച് ആർക്കും ഒന്നും അറിയാനിട്ടാണ് എങ്ങനെയൊക്കെ ജീവിച്ച മനുഷ്യനല്ല. വിഷ്ണു ആവശ്യമില്ലാതെ അങ്ങേർക്ക് വേണ്ടി എന്തിനാ വെറുതെ വാശി പിടിക്കുന്നത്? വാശിയല്ലമ്മ, നന്ദി. എൻ്റെ അമ്മ ആശുപത്രിയിൽ മരണം കാത്ത് കിടന്നപ്പോൾ അന്ന് ഗൾഫിൽ നിന്നൊന്ന് ഇറങ്ങി ആശുപത്രിയിൽ ഓടിയെത്തിയ ഇക്കയെ ജോർജണ്ണൻ കണ്ടിട്ടില്ലല്ലോ. അന്ന് ഈ ഇക്ക തന്ന പണമാണ് എന്നെയും എൻ്റെ കുടുംബത്തെയും പട്ടിണിയില്ലാതെ രക്ഷിച്ചത്. ഇന്ന് എനിക്കുള്ളത് അന്ന് അദ്ദേഹം തന്ന നന്മയുടെ ബാക്കിയാണ്. ഇക്കയെ വിളി നോക്കാമോ? പുള്ളി പോയോ? നിങ്ങൾ വന്നായിരുന്നോ? വിളിച്ചില്ലല്ലോ. സാധനം വല്ലതും വാങ്ങിയായിരുന്നോ? ഇവിടെ സാധനമൊന്നും ഇല്ലാന്ന് പറഞ്ഞതല്ലേ. ഒരു പണി അരി പോലും ഇല്ല. പോയിരുന്നു, പക്ഷേ പഴയ പറ്റു തീർക്കാതെ ചോദിക്കാൻ ഒരു മടി. മക്കൾ കേൾക്കണ്ടെന്ന് കരുതിയ ഞാൻ ഇവിടെ. പാപ്പിച്ചി വിഷമിക്കണ്ട, നമുക്ക് വലിയ വിശപ്പൊന്നുമില്ല. നമ്മൾ വെള്ളം കുടിച്ച് നോമ്പ് മുറിക്കും, അതിനുള്ള ശക്തി നമുക്ക് അല്ലാഹു തരും. പാപ്പച്ചി, എനിക്ക് തൊപ്പിയൊന്നും വേണ്ട. പാപ്പ വിഷമിക്കാതിരുന്നാ മതി. വാപ്പച്ചി, നോമ്പ് നോക്കുന്നത് എന്തിനാണെന്ന് വാപ്പച്ചി തന്നെയല്ലേ പറഞ്ഞു തന്നത്? ഇല്ലാത്തവന്റെ വിഷമം അറിയാനാണ്. നമുക്ക് ഇന്ന് ഈ വീട്ടിലൊന്നും ഇല്ലെങ്കിൽ അത് നമ്മൾ അല്ലാഹു പരീക്ഷിക്കുന്നല്ലേ. പാപ്പച്ചി എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? ഈ നോമ്പ് നമുക്ക് അള്ളാഹു തന്നതല്ലേ. ആകാശത്തിലെ പക്ഷികൾക്കും കടലിലെ മീനുകൾക്കും കൊടുക്കുന്ന അള്ളാഹു നമുക്കും തരില്ലേ? സാരമില്ല, നബിമാരൊക്കെ എത്രയോ ദിവസം വയറ്റിൽ കല്ല് കെട്ടി നോമ്പ് നോക്കിയിട്ടുണ്ട്. ഒരു ദിവസം വെള്ളം കുടിച്ച് നോമ്പ് നോക്കിയാൽ ഒന്നും സംഭവിക്കില്ല. എന്നാലും വാപ്പിച്ചിയുടെ കയ്യിൽ അത്താഴത്തിന് തരാൻ പോലും ഒന്നുമില്ലല്ലോ മക്കളെ. മക്കളെല്ലാവരും കൂടി വാപ്പായങ്ങ് വിഷമിപ്പിക്കാതെ. മക്കയിലെ മരുഭൂമിയിൽ നബി തിരുമേനിയും കൂട്ടരും എത്രയോ നാളുകൾ ഒന്നും കഴിക്കാതെ കഴിഞ്ഞിട്ടുണ്ട്. അള്ളാഹു അന്നവരെ കൈവിട്ടില്ലല്ലോ. അന്ന് അവർക്കില്ലാത്ത എന്തൊക്കെ സൗഭാഗ്യങ്ങളാണ് ഇന്ന് നമുക്കുള്ളത്. കിടക്കാൻ ഈ കൂരയില്ലേ, കുടിക്കാൻ നമുക്ക് വെള്ളമില്ലേ, പിന്നെ ഈ മരുമ മക്കളില്ലേ, പിന്നെ നിങ്ങളില്ലേ. അതിന് നമുക്ക് അള്ളാഹുവിനോട് സ്തുതിക്കാം. ഇല്ല, ഇത്രയും മനസ്സുള്ള എൻ്റെ മക്കളെ പട്ടിണിക്കിടാൻ അള്ളാഹു സമ്മതിക്കില്ല. ഞാൻ കടക്കാരനോട് പറയും, എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ്, എന്നെ ഒന്ന് സഹായിക്കാൻ. പുള്ളി കേൾക്കാതിരിക്കില്ല.
ഹലോ. ഹലോ ഇക്ക, ഇവിടെ നിന്ന് പോയാ? ആ, ഞാൻ അവിടെ നിന്ന് വന്നു. ഇങ്ങോട്ടൊന്ന് വരോ, വീട്ടിലത്തേക്ക് കുറച്ച് സാധനം എടുത്ത് വെച്ചിട്ടുണ്ടേ, പെട്ടെന്ന് വരി. ശരി, ഞാൻ ഇപ്പോൾ വരാം. പെട്ടെന്ന് വരി. ശരി. ആ, ഞാൻ ഇപ്പം തന്നെ വരാം. ഇതാ വരുന്നു. ശരിയമ്മ. ശരി മക്കളെ, പാപ്പച്ചി ഇപ്പോൾ വരാവേ. നോമ്പ് കാലമല്ലേ, ഇത്തവണത്തെ സാധനങ്ങൾ എൻ്റെ വകയായിരിക്കട്ടെ. പടച്ചോ വഴികാട്ടെ. നോമ്പുകാരനെ വെറും കൈയോട് അയക്കാൻ മനസ്സ് വരുന്നില്ല. ഇത് ഞങ്ങളുടെ ഒരു സ്നേഹമായിട്ടിരിക്കുന്നു. പഠിച്ചവൻ നിങ്ങൾക്ക് നല്ലത് വരും. ആ സന്തോഷത്തോടെ പോണ പോക്കേണ്ട. പണ്ട് ഇതുപോലെ ഒരുപാട് എന്നെ സന്തോഷിപ്പിച്ചിട്ടുള്ള ആളാണ്. ചെയ്ത നന്മകളൊന്നും അദ്ദേഹം ആരോടും പറഞ്ഞിട്ടില്ല. അത് അദ്ദേഹത്തിന് പഠിച്ചവന് മാത്രമേ അറിയൂ. അതാണ് അദ്ദേഹത്തിൻ്റെ വലിയ ഗുണവും. അല്ലാ, ഇതൊന്നെടുത്ത് അകത്ത് പോയി. ആ ഉമ്മ. മോനെ, രാവിലെ ഇവിടുന്ന് പോയപ്പോൾ ജോർജിനോടൊന്നും ചോദിക്കുന്നില്ല എന്ന് പറഞ്ഞല്ലേ പോയത്? ഞാൻ ആരോടും ഒന്നും ചോദിച്ചിട്ടില്ല. അയാൾ വിളിച്ച് തന്നതാ. നോമ്പ് കാലം ആയതുകൊണ്ട് തന്നതെന്നാ പറഞ്ഞത്. എന്തായിരുന്നാലും ഇത് വാങ്ങുമ്പോൾ എൻ്റെ മനസ്സൊന്ന് പടഞ്ഞു. നമുക്കില്ലാത്തത് കൊണ്ടാണല്ലോ മറ്റൊരാൾ തരുമ്പോൾ വാങ്ങേണ്ടി വരുന്നത്. എല്ലാം പടച്ചവൻ കാണുന്നുണ്ടാവും. മുസ്തഫ, കൊടുത്തവനും വാങ്ങിയവനും അപ്പുറത്ത് ഇത് തരാൻ പടച്ചവൻ ഒരാളെ ഏർപ്പാടാക്കിയിട്ടുണ്ടാകും. നീ അറിയാത്ത യാതോ ഒരു പുണ്യം ഇതിന്റെ പിന്നിലുണ്ട്. നീ ചെയ്ത നന്മയ്ക്ക് കിട്ടിയ കൂലിയാണെന്ന് കരുതിയാൽ മതി. മക്കളെ, മക്കളെ, ആ വന്ന എവിടെയായിരുന്നു എല്ലാവരും? സാധനം എടുത്തിട്ട് പോയി ആളെ കാണുന്നില്ലല്ലോ. ഏയ്, നിങ്ങൾ വന്നേട്ടെ, ഒരു കാര്യം ചോദിക്കട്ടെ. ഏയ്, ഇയാളങ്ങോട്ട് വന്നേ. എന്തിനാ വിളിച്ചത്? ആ, വന്നോ ഇയാൾ? ഞാനൊരു കാര്യം ചോദിച്ചാൽ നിങ്ങൾ സത്യം പറയുമോ? ഈ കഷ്ടപ്പാടിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെ ഇടയിൽ നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് അല്ലേ? എപ്പോഴെങ്കിലും ഒരു നിമിഷത്തേക്ക് നിങ്ങൾ എന്നെ വെറുതെ നിങ്ങളെന്തിനാ ആവശ്യമില്ലാത്തൊക്കെ ചിന്തിക്കുന്നത്? സമ്പത്തുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും എല്ലാം നിങ്ങൾ ഞങ്ങളെ പൊന്നുപോലല്ലേ നോക്കിയിട്ടുള്ളത്. ഇപ്പോൾ സമ്പത്തിന് മാത്രമല്ലേ കുറവ് വന്നിട്ടുള്ളൂ, നിങ്ങളുടെ സ്നേഹത്തിനോ കരുതലിനോ ഒരു കുറവും വന്നിട്ടില്ലല്ലോ. ഇങ്ങോട്ട് വരാവോ?